സാറ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഒരു വലിയ അഴിച്ചുപണി വരുന്നതായിട്ട് കേൾക്കുന്നു. പുതിയ KPCC അധ്യക്ഷൻ വന്നേക്കും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്താണ് സാർ ഇതിൻ്റെ സത്യാവസ്ഥ? ഈ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ നായുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് നിവരത്തില്ല, പിന്നെയും പഴയതുപോലെ തന്നെ കുഴലെടുക്കുന്നതും അത് വീണ്ടും വളഞ്ഞിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. കോൺഗ്രസിൽ എന്ത് അഴിച്ചുപണി നടത്താനാ? എന്ത് നടത്തിയാലും ഇങ്ങനെയൊക്കെ തന്നെ കൂട്ടത്തല്ലും പാരവെപ്പും ഗ്രൂപ്പുകളുടെ മേൽ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് പോകും. കോൺഗ്രസിൽ ഇപ്പം ഗ്രൂപ്പില്ലേ? ഉണ്ടല്ലോ. ഇഷ്ടം പോലെ ഗ്രൂപ്പുകളുണ്ട്. തെരഞ്ഞെടുപ്പ് എവിടെയോ കിടക്കുന്നതേ ഉള്ളൂ. 10-15 മാസം ബാക്കി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്ന ഈ വേളയിൽ അത് അനുകൂല ഘടകമാക്കി മാറ്റാനുള്ള ശ്രമമല്ല നടക്കുന്നത്. ഞാൻ മുമ്പേ എന്നുള്ള മട്ടിൽ കുപ്പായവും ധരിച്ച് റെഡിയായി നിൽക്കുകയാണ്. 15 മാസം ബാക്കി നിൽക്കുകയാണ്. ആലോചിക്കണം, രാഷ്ട്രീയത്തിലെന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് മതി. സാഹചര്യം വളരെ അനുകൂലം, സംഭവങ്ങൾ മാറിമറിയും. 15 മിനിറ്റ് മതി. അതെ. അപ്പോൾ ഇത് ഇവർക്ക് അറിയാൻ വയ്യാത്തവരൊന്നും അല്ലല്ലോ. ഇപ്പോഴേ കുപ്പായവും തയ്ച്ച് മുമ്പോട്ടിറങ്ങി വരാൻ ആകാൻ യോഗ്യതയുള്ളവർ ധാരാളമുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, KC വേണുഗോപാലുണ്ട്, ശശി തരൂരുണ്ട്. ഇനിയും K സുധാകരൻ എന്താ മുഖ്യമന്ത്രിയാകാൻ എന്താ മോശം? കൊടിക്കുന്നിൽ സുരേഷിനും കാണത്തില്ലേ ആഗ്രഹം? 8-9 തവണ പാർലമെന്റിൽ ഇരിക്കുകയാണ്. K മുരളീധരൻ ഒന്നും അല്ലെങ്കിൽ ഒരു വൻമരത്തിന്റെ തണലിൽ നിന്ന ആളല്ലേ K മുരളീധരന്? വേറൊരു വൻമരമാണ്. ഞാൻ എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, കാര്യങ്ങൾ കൃത്യമായി നടക്കും. K മുരളീധരൻ മുഖ്യമന്ത്രിയായാലെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് 6 മാസം അന്ന് വടക്കാഞ്ചേരി അല്ലേ, അവിടെ നിന്നാണ് ബൈ ഇലക്ഷൻ തോറ്റുപോയത്. എന്തുകൊണ്ടാണ്? കാറിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു, ഗ്ലാസ് താക്കത്തില്ലായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ പക്ഷേ ഇവിടെ വട്ടിയൂർക്കാവിൽ മത്സരിച്ചല്ലോ. എന്താണ് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ അങ്ങ് മൊത്തത്തിൽ ഏറ്റെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ എല്ലായിടങ്ങളിലും ഇറങ്ങി ചെന്ന് നിന്ന് അവിടുത്തെ മണ്ഡലത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പിന്നീടാണല്ലോ CPM VK പ്രശാന്തിനെ ഇറക്കിയത്. മേയർ സ്ഥാനത്ത് നല്ല പ്രകടനം പോയതിനു ശേഷം മികച്ച പ്രകടനം കാഴ്ച കഴിഞ്ഞപ്പോൾ പ്രശാന്തിനെ ഇറക്കി അത് തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അത് പ്രശാന്തിലൂടെ തന്നെ ഇനിയും നിലനിർത്താൻ അവർ ശ്രമിക്കുമായിരിക്കും. അതെന്തെങ്കിലും ആകട്ടെ. അപ്പോൾ അങ്ങനെ കോൺഗ്രസ്സിൽ ഇത്രയും പേര് അങ്ങോട്ട് നിൽക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷിനെ ഇത്തവണയും മാവേലിക്കരക്കാർ ജയിപ്പിച്ചു വിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ പറയുന്നത് ഒന്നും ശശി തരൂരിൻ്റെ ഇക്കാര്യത്തിൽ ചേട്ടനാണ്. ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും CPIയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ച് കയറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺഗ്രസിനകത്തെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ആര് വന്നു എന്ന് വിചാരിക്കും, ഇവർക്ക് സുസമ്മതനായിട്ടുള്ള ആരും തന്നെ ഇല്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അകത്ത് ഈ തമ്മിൽ തല്ലും പാരവെപ്പും അല്ലേ. ചോദിച്ചാൽ പറയും ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ് എന്ന് പറയും. ഈ സുധാകരൻ വന്നപ്പോൾ എന്താണ്, സെമി കേഡർ സ്വഭാവം ഉള്ള പാർട്ടിയാക്കി മാറ്റും എന്ന് പറഞ്ഞാണ് വന്നത്. വലിയ ബഹളത്തോടു കൂടിയാണ് സുധാകരൻ വന്നത്. സുധാകരന് എന്തുകൊണ്ടോ തൻ്റെ ഇടത്തോടുകൂടി അത് ചെയ്യാനും കഴിഞ്ഞില്ല, ചെയ്യാനൊട്ട് അനുവദിച്ചുമില്ല എന്നുള്ളതാണ് പ്രവർത്തകരെ കൊണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടിയെടുപ്പും പാരവെപ്പും ഒക്കെ ആയിട്ട് നടക്കുന്നതാണ്. അപ്പം തരൂർ ഇപ്പോൾ ഒരു വെടിയും പൊട്ടിച്ചു കൊടുത്തു. തരൂര് ഇനി മത്സരിക്കാനില്ല, തരൂരിൻ്റെ ശ്രദ്ധ മുഴുവൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, നിയമസഭ നോട്ടമിടുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ചർച്ച നടന്നത് തരൂര് BJPയിലേക്ക് പോകുന്നു എന്ന് പലവട്ടം പറഞ്ഞു. ഇപ്പോൾ വേറൊരു പറച്ചിലുമുണ്ട്, CPMയിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു BJPയിലേക്ക് പോകാനുള്ള സാധ്യത പിന്നെയും ഉണ്ടാകാം. CPMയിലേക്കൊന്നും ഒരു സാധ്യതയുമില്ല. CPMയിലെ ചില അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കേരളത്തിൽ നല്ല ഒരു സൗഹൃദ അന്തരീക്ഷമുണ്ട്. അത് പിണറായിയുടെ ഒന്നല്ല, അത് അങ്ങനെ ഉള്ളിടമാണ്. അതിനെ വേണ്ട തരത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞത് കൊണ്ട് CPMയിലേക്ക് പോകും. CPMൻ്റെ ഭാവി എത്ര കാലം കേരളത്തിൽ
ആദ്യം കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകും, പിന്നെ ക്രമേണ CPM-ഉം ഇല്ലാതാകും, അങ്ങനെ BJP പിന്നീട് വാഴും എന്നുള്ള അത്തരത്തിലുള്ള നീക്കമാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ പ്രാവർത്തികമാകാൻ അല്പസമയം എടുക്കും. ഈ CPM-ൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും ഈ ആകെയുള്ള ഒരു പച്ച തുരുത്ത് കേരളം മാത്രമാണ്. CPM-ന് കേരളം മാത്രമല്ലേ ഉള്ളൂ. കോൺഗ്രസിന് ഇനിയും ജയിക്കാം അടുത്ത തവണ എന്നുറപ്പുള്ള ഇടം എന്ന് പറയുന്നത് കേരളവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളുടെയും തലപ്പത്തിരിക്കുന്നവർ അതിസൂക്ഷ്മമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തരൂർ ഇത് വെടിപൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്നാൽ വേറെ ഏതെങ്കിലും ഒരാളായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കും എങ്ങനെയെങ്കിലും. തരൂരിനെ തൊടുന്നില്ല. തരൂരിനെ അങ്ങോട്ട് വിളിപ്പിച്ചു, തൊട്ടാൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക്. തരൂരിനെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് തരൂര് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. കേരളത്തിലെ നേതൃപ്രതിസന്ധി, ഘടകകക്ഷികൾ അതൃപ്തരാണ്. ഘടകകക്ഷികൾ അതൃപ്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും, തെരഞ്ഞെടുപ്പിനെ അത് നന്നായിട്ട് ബാധിക്കും. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് തരൂർ അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തത്. ജയിച്ചു കയറുക പ്രയാസമാണ്. ഇവർക്ക് അനുകൂലമായ ഘടകം ഉണ്ടായിട്ട് പോലും അത് മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇനി തരൂരിനെ അനുനയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക. തരൂരിനെ മുമ്പ് വന്ന് അനുനയിപ്പിച്ചിട്ടുണ്ട്. അന്നൊരു എത്രയോ പേര് 23 അല്ലേ പേര് കോൺഗ്രസ്സിൽ പ്രത്യേക ബ്ലോക്കായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ പോരാടാൻ തീർച്ചപ്പെടുത്തിയില്ലേ, ഗുലാം നബി ആസാദ് ഒക്കെ ഉൾപ്പെടെ. അപ്പോൾ അതിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള ആളാണ് തരൂർ. അതിനുശേഷമാണ് മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങിയത്. ഇവർ വിചാരിച്ചു തരൂരങ്ങ് വളരെ തീരെ പോകുന്ന, അവരെ ഞെട്ടിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രകടനമാണ് നടത്തിയത്. വോട്ടും നേടുകയും ചെയ്തു. അപ്പോൾ തരൂര് ചില്ലറക്കാരനല്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായി. അതുകൊണ്ട് തരൂരിനെ അങ്ങനെ എടുത്തു കളഞ്ഞാൽ അത് അവർക്ക് തന്നെ ദോഷമുണ്ടാക്കും. അതുകൊണ്ടാണല്ലോ തരൂര് അവസാനം സഹിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കി പോകും, എനിക്ക് പോകാൻ വേറെ വഴികളുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയം ഇല്ലെങ്കിലും വേറൊരു മേൽവിലാസത്തിൽ നിൽക്കാം, പ്രഭാഷകൻ, എഴുത്തുകാരൻ, അതൊക്കെ നമ്മൾ സമ്മതിച്ചു. തരൂരിനെ കുറിച്ച് നമുക്ക് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഉള്ളൂ എതിരഭിപ്രായം, ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മോശമായിരുന്നു, പക്ക പരാജയം. പാർലമെന്റിൽ ചിലപ്പോൾ അദ്ദേഹം പ്രകടനം നടത്തുന്നുണ്ടാകും, അത് വാക്ചാതുര്യമുള്ളതുകൊണ്ട്. NK പ്രേമചന്ദ്രൻ എന്താ മോശമാണോ? NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ മികച്ച പ്രകടനം, കൊല്ലം മണ്ഡലത്തിലും മികച്ച പ്രകടനമാണ്. പ്രേമചന്ദ്രനെ ഇനിയിപ്പോൾ തോൽപ്പിക്കാനൊന്നും ആർക്കും അവിടെ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അത് CPM-ന്റെ CPM അവിടെ തൊഴുത് വാങ്ങുകയാണ് ചെയ്തതെന്നുള്ള ആലോചിക്കണം. മുകേഷ് എന്ന് പറയുന്ന ഇതുപോലെ ആവശ്യമില്ലാത്ത ഒരുത്തനെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തി തോറ്റു തുന്നം പാടിയിട്ടില്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരെയും കൂടെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം. അടുത്ത 2 ദിവസത്തിനകം പഴയ KPCC-യുടെ അധ്യക്ഷന്മാരെ VM സുധീരനൊക്കെ ഉൾപ്പെടെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. അതുപോലെ MP-മാരെ, മുതിർന്ന നേതാക്കന്മാരെ എല്ലാം ഇവിടുത്തെ കേരളത്തിലെ കാര്യങ്ങളിലൊക്കെ അഴിച്ചുപൊടി കൊണ്ടുവരാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഈ K. സുധാകരനെ ചിലപ്പോൾ ആ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അനാരോഗ്യ പ്രശ്നമുണ്ട്. അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ്. അതിനുവേണ്ടി പ്രവർത്തകർ, പാർട്ടിയുടെ മറ്റിരിക്കുന്നവരൊക്കെ തന്നെ കൂടി സഹകരിച്ചാൽ ചെയ്യും. പക്ഷേ അതിന് നടക്കുന്നില്ല. VD സതീശൻ ഒരു വഴി കൂടെ, സുധാകരൻ ഒരു വഴി കൂടെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പാർട്ടി ഗുണം പിടിക്കുക? ചിലപ്പോൾ VD സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് സാധ്യത ഒരുപക്ഷെ കാണുന്നത് തരൂരിന് എന്തെങ്കിലും സ്ഥാനം കൊടുത്തേ പറ്റുകയുള്ളൂ. തരൂരിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ എന്താ കുഴപ്പം? ഹൈക്കമാൻഡ് അങ്ങനെ ചിന്തിച്ചാൽ തെറ്റ് പറയാനാകില്ല. അദ്ദേഹത്തിന് നയിക്കാൻ കഴിയും എന്നുള്ള ഒരു ധാരണ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിന്, ഹൈക്കമാൻഡിന് ഉണ്ടായിരിക്കാം. VD സതീശൻ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് തുടരട്ടെ. രമേശ് ചെന്നിത്തല മോഹമുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ. രമേശ് ചെന്നിത്തല 2021 വരെ മികച്ച പ്രകടനമല്ലേ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമല്ലേ ഇദ്ദേഹത്തെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ പിന്നീട് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള
ഒക്കെ ഈ വക കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടും എന്നുള്ളതൊക്കെ വരും. പക്ഷേ അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ആരെ ഉയർത്തുമെന്നുള്ളത് KC വേണുഗോപാൽ അത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. കാരണം ഇത് അവസരം വരുമ്പോൾ KC ഇറങ്ങാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഡൽഹി നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ തരൂരിന് എന്തെങ്കിലും മാന്യമായ ഒരു സ്ഥാനം കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഈ പദവിയിലേക്കാകാനും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.